സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കാർബണിൻ്റെ അളവ് പ്രകൃതിയിൽ കുറയും. അപ്പോൾ തന്നെ ഒരു ശതമാനം കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റുകൾ തീരുമാനം എടുത്തിട്ടാണ് ഈ സബ്സിഡി. കാരണം ഒന്ന് അവരുടെ ലാൻഡുകളിൽ ഇത് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ഥലം വേണം. അപ്പോൾ ഏറ്റവും നല്ലത് എന്താ, കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ എല്ലാവരുടെ പുരപ്പുറം ഫ്രീ ആയി കിടക്കുന്നു. സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് അത് ചൂസ് ചെയ്യുന്നുണ്ട്. ശരത്ത്, താങ്കൾ ഈ സോളാർ മേഖലയിൽ 14 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. സോളാർ പലപ്പോഴും ഒരു കാലത്ത് ഇത് പെട്ടെന്നൊരു വിപ്ലവമായി മുന്നോട്ട് വരികയും പെട്ടെന്ന് തളരുകയും ഇതിനെക്കുറിച്ച് പല ചീത്തപ്പേരുകൾ പിന്നീട് ഉണ്ടാവുകയും, എന്നാൽ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു കുതിപ്പായിരുന്നു സോളാർ എന്ന് പറയുന്നത്. സോളാർ എന്തിനാണ് ഇന്നത്തെ കാലത്ത് ഈ സോളാറിലേക്ക് മനുഷ്യർ തിരിയേണ്ടത്? അതിൻ്റെ ആവശ്യകത എന്താണ്? നമുക്കറിയാം, ഇവിടെ ഗ്ലോബൽ വാർമിംഗ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു പ്രയോറിറ്റി മാക്സിമം സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കാർബണിൻ്റെ അളവ് പ്രകൃതിയിൽ കുറയും. അപ്പോൾ തന്നെ ഒരു ശതമാനം കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റുകൾ തീരുമാനം എടുത്തിട്ടാണ് ഈ സബ്സിഡി. കാരണം ഒന്ന് അവരുടെ ലാൻഡുകളിൽ ഇത് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ഥലം വേണം. അപ്പോൾ ഏറ്റവും നല്ലത് എന്താ, കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ എല്ലാവരുടെ പുരപ്പുറം ഫ്രീ ആയി കിടക്കുന്നു. സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് അത് ചൂസ് ചെയ്യുന്നുണ്ട്. 78,000 സബ്സിഡി ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്ക്. ഒന്നത്. രണ്ട്, നമുക്കറിയാം, ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ആ വീട്ടിലെ ഇലക്ട്രിസിറ്റി ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഒന്ന് AC മറ്റുള്ള എല്ലാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. രണ്ട്, ട്രാവലിംഗ് ഫ്രീ ആക്കാം. ഇലക്ട്രിക് കാറൊക്കെ എടുത്ത് ബൈക്ക് എടുത്ത് ട്രാവലിംഗ് ഫ്രീ ആക്കാം. 3, പാചകം ഫ്രീ ആക്കാം.